പശ്ചിമ ബംഗാളിലെ ട്രെൻഡാകട്ടെ ഉത്തർപ്രദേശിലേക്കും വിമതർ പണി കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. സമാജ്വാദി പാർട്ടിയും ഇപ്പോൾ പിളർപ്പിന്റെ വക്കിലേക്ക് എന്ന സൂചനകൾ പുറത്തുവരുന്നു. രാജ്യത്തിന്റെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, തൃണമൂൽ കോൺഗ്രസ് എന്നിവയ്ക്ക് പിന്നാലെ തന്നെ സമാജ്വാദി പാർട്ടിയിലും ഇപ്പോൾ, അതായത് SP പാർട്ടിയിലും ഇപ്പോൾ ആഭ്യന്തര കലഹവും പിളർപ്പും ഭീഷണിയായിരിക്കുകയാണ്. സമാജ്വാദി പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടുകൂടി തന്നെ നേതാക്കൾ രാജിവെക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ അംഗവും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി അധ്യക്ഷനുമായ ഓം പ്രകാശ് രാജ്ഭർ ആകട്ടെ സമാജ്വാദി പാർട്ടിയിലെ പിളർപ്പിനെ കുറിച്ച് ഇപ്പോൾ പരസ്യമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം പരസ്യമായ ഒരു പ്രസ്താവന നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പരസ്യ വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കുന്നു. മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ വമ്പൻ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് മന്ത്രിയും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി അധ്യക്ഷനുമാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളാണിപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി മാറുന്നത്. മുതിർന്ന SP നേതാവ് രാം ഗോപാൽ യാദവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സമീപിച്ചതായി തന്നെ ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ തന്നെ ആ ഒരു ഗോമതി റിവർ ഫണ്ട് അഴിമതി കേസുകളിൽ അന്വേഷണം മുറുകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ നീക്കമെന്നതാണ് ഇവിടെ ആരോപണമായി ഉന്നയിക്കുന്നത്. രാം ഗോപാൽ യാദവ് പാർട്ടിയിലെ ചില പ്രമുഖ നേതാക്കളുടെ പട്ടിക തയ്യാറാക്കി അമിത്ഷായ്ക്ക് കൈമാറിയതായും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ കത്തിലുള്ള നേതാക്കൾ സമാജ്വാദി പാർട്ടി വിട്ട് BJP സഖ്യത്തിൽ ചേരാൻ തയ്യാറാണ് എന്നും അവർക്ക് രാഷ്ട്രീയപരമായ ദോഷങ്ങളൊന്നും സംഭവിക്കരുത് എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2027 അവിടെ ഉത്തർപ്രദേശിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചേരിമാറ്റങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഇവിടെ നൽകുന്ന സൂചന. നിലവിൽ ലോക്സഭയിൽ 37 MPമാരുള്ള സമാജ്വാദി പാർട്ടി സഭയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയാണ്. അതുമാത്രമല്ല, UP നിയമസഭയിൽ 101 MLAമാരും ഈ പാർട്ടിക്ക് കീഴിലുണ്ട്. 2022 111 സീറ്റുകൾ അവിടെ ജയിച്ചിരുന്നെങ്കിലും പിന്നീട് പലരും പാർട്ടി വിടുകയാണ് ഉണ്ടായത്. അതേസമയം OP രാജ്പാറിന്റെ ആരോപണങ്ങൾ മാധ്യമ ശ്രദ്ധ നേടാനുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ നാടകം മാത്രമാണ് ഇതെന്നതാണ് സമാജ്വാദി പാർട്ടി വക്താക്കൾ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. മുൻപും പലതവണ സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൽ പരാജയപ്പെട്ട ചരിത്രമായിരുന്നു ഇദ്ദേഹത്തിനുണ്ട് എന്നതാണ് അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം. അതേപോലെ SP-യിലെ MLAമാരെയോ നേതാക്കളെയോ പാർട്ടി വിട്ടിട്ടില്ല എന്നും BJPയുടെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് മുന്നിൽ അവർ കീഴടങ്ങില്ല എന്നതാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ അവർ പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.